ഇന്ന് ജംഷഡ്പൂർ എഫ്.സിയുടെ മത്സരം ഡ്യൂറന്റ് കപ്പിൽ കാണാൻ 25,000-ലേറെ കാണികളുണ്ടായിരുന്നു. വന്നവരിൽ ഭൂരിഭാഗവും ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ജംഷഡ്പൂർ തുടരണം എന്ന് ആവശ്യപ്പെട്ടു. പ്രതിഷേധങ്ങളുമായിട്ട് മുൻ താരങ്ങളും ആരാധകരും നിലവിൽ കളിക്കുന്ന താരങ്ങളും എല്ലാം രംഗത്തുണ്ടെങ്കിൽ പോലും ജംഷഡ്പൂർ എഫ്.സിയുടെ തീരുമാനം അടിയുറച്ചത് തന്നെയാണെന്നാണ് അവരുടെ ഫുട്ബോൾ ഓപ്പറേഷൻസിന്റെ പ്രതിനിധിയായിട്ടുള്ള സുന്ദരരാമൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ കറന്റ് സെനാരിയോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വാണിജ്യ താല്പര്യങ്ങളിലെ അൺസർട്ടനിറ്റി മൂലമൊന്നുമല്ല ഞങ്ങൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത്. വളരെ നേരത്തെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച ഒരു ഡിസിഷൻ തന്നെ ആയിരുന്നു വരാൻ പോകുന്ന സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കേണ്ട എന്നത്. ഞങ്ങൾ ഗ്രാസ് റൂട്ട് ലെവൽ ആക്ടിവിറ്റീസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിന് ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവിടെയാണെന്നും ഉള്ള തിരിച്ചറിവിൽ നിന്ന് ഞങ്ങൾ ആ ഒരു മേഖലയിലേക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ പോവുകയാണ് എന്ന് സുന്ദരരാമൻ പറഞ്ഞ് വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഒരു തരത്തിലുള്ള വൃത്തികെട്ട ന്യായീകരണമായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ലക്ഷ്യമാണ് എങ്കിൽ ജംഷഡ്പൂർ എഫ്.സിക്ക് ഓൾ ഇന്ത്യ സ്ക്വാഡിനെ വെച്ചിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ടീമിനെ ഇറക്കാമല്ലോ. അപ്പം ടാറ്റ ഫുട്ബോൾ അക്കാദമിയുടെ പഴയ ലെഗസി ഉയർത്താമല്ലോ. തങ്ങളുടെ അക്കാദമിക് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാൻ ഞങ്ങൾ അവസരം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള സാധനം അവർക്ക് അവകാശപ്പെടാമല്ലോ. ഈ പറയുന്ന ലക്ഷ്യത്തിന് അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത് ഹാബി ഹെർണാണ്ടസ് പറഞ്ഞ പോലെ നിങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ, ലക്ഷ്യസ്ഥാനം, എവിടെ എത്തിച്ചേരണം എന്നുള്ളൊരു ബോധം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പരാജയപ്പെടും എന്ന് ഹാബി ഹെർണാണ്ടസ് പറഞ്ഞതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് സുന്ദരരാമൻ്റെ വാക്കുകൾ. പുള്ളിയെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും ടോപ്പ് ലെവൽ ടീമിനെ നിങ്ങൾ നശിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ലീഗിൽ കളിക്കാനുള്ള ഒരു അവസരം നശിപ്പിച്ചിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ എന്ത് നടത്താനാണ് എന്നുള്ള ചോദ്യം ആരാധകരിൽ നിന്നും മുൻ താരങ്ങളിൽ നിന്നും ഉയർന്നു വന്നാൽ അതിനെ കുറ്റം പറയാനും പറ്റത്തില്ല.